Hello everyone, welcome back to Xylem Learning, welcome back to your English class. This is Mohammed Shaju, your English teacher. Today we are going to learn the question tag. Question tag എന്ന് പറയുന്ന question ഇനി നിങ്ങൾക്കൊരു പ്രശ്നമേ ആവുകയില്ല. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങി നോക്കിയാലോ. എന്താണിത്? വളരെ സിമ്പിൾ ആണ്. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ഉണ്ടാവാറുണ്ട്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ നമുക്ക്, ആ ക്വസ്റ്റ്യന്റെ അകത്ത് ഈ മൂന്നാമത്തെ ചോദ്യമായിട്ടോ നാലാമത്തെ ചോദ്യമായിട്ടോ, സാധാരണ മൂന്നാമത്തെ ചോദ്യമായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുക. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ചെയ്യണം, ഏത് ചോദ്യം വന്നാലും നമ്മളത് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും മാർക്ക് വാങ്ങിക്കും എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ മാർക്ക് ഉറപ്പിച്ചോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യെസ്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണോ എന്ന് അറിയണ്ടേ. അതിനൊരു ഐഡിയ ഉണ്ട്. ഇതാ നോക്കിക്കോ, ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുക, എന്നിട്ട് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന്. എന്താണ്? ഒരു സെന്റൻസ് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാല് എന്ത് മനസ്സിലാക്കാം? അത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നോക്ക്, ഹീസ് മൈ ഫ്രണ്ട് എന്നാവുന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കണം. എന്താ സാറേ ഈ ഓക്സിലറി വെർബ്? ഈസ്, ആർ, ആം, ആന്, അതുപോലെ ഡു, ഡസ്, ഡിഡ്, ക്യാന്, വില്ല്, ക്യാന്, ഷാല്, മേ, അതുപോലെ തന്നെ ഹാവ്, ഹാസ്, ഹാഡ്, ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, ഇവരെ ഓർത്തു വെച്ചൂടെ അല്ലെ? ഇവരെയാണ് നമ്മൾ ഓക്സിലറി വെർബ്സ് എന്ന് പറയാ. ഇവന്മാർ ആരെങ്കിലും സെന്റൻസ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഉടനെ അയാൾ എടുത്തുകൊണ്ട് എഴുതുക. അപ്പൊ നോക്കുക, ഹി ഈസ് മൈ ഫ്രണ്ടില് അപ്പറഞ്ഞ ഓക്സിലറി വെർബ് ആരൊക്കെ ഉണ്ടോ? ഉണ്ട് സാർ. ആരുണ്ട്? ഈസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അവിടെ ഇല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈസ് ഇല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ ഈസിന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. ഈസിന് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ആൻസറിൽ അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. എങ്ങനെയാ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ മനസ്സിലാക്കുക? ബാറ്ററി കണ്ടില്ലേ നിങ്ങള്? ബാറ്ററിയുടെ ഒരു വശത്ത് പോസിറ്റീവ് കണ്ടില്ലേ നിങ്ങള്? എന്നാൽ മറുവശത്ത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അവരെ. ഒരു വശത്ത് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേ വശത്ത് പോസിറ്റീവ് ആയിരിക്കും. ഇത് ആലോചിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ടാഗ് ഇതെങ്ങനെയാ സംഭവം? ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം. ടാഗ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം. ഇതാണ് അതിന്റെ നിയമം. ഓക്കെ, അപ്പൊ സംശയം എന്താണ് ഈ ക്വസ്റ്റ്യൻ, എന്താണ് ഈ പോസിറ്റീവ്, എന്താണ് ഈ നെഗറ്റീവ്? നോയോ നോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ആക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് സെന്റൻസ് നെഗറ്റീവ് ആണ്. നോയോ നോട്ടോ ഇല്ലെങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. സിമ്പിൾ അല്ലേ? എന്താ പറയുന്നത്? നോയോ നോട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇവിടെ നോക്ക്, ആ സെന്റൻസ് നെഗറ്റീവ് ആണോ? ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന നോ, നോട്ട്, നെവർ, നത്തിങ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിനകത്തുണ്ടോ? ഇല്ല. സോ നമുക്ക് അത് എന്തറിയാം? അത് പോസിറ്റീവ് സെന്റൻസ് ആണെന്നറിയാം. അപ്പൊ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആക്കണം. എങ്ങനെയാ ടാഗിനെ നെഗറ്റീവ് ആക്കുക? അത് അതിനേക്കാൾ സിമ്പിൾ ആണ്. ടാഗിനെ നെഗറ്റീവ് ആക്കല് ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ നോട്ട് എന്ന് കംപ്ലീറ്റ് ചെയ്തൂല, ഷോർട്ട് ഫോം ആണ് എഴുതുക. അപ്പൊ ഈസിന്റെ വരെ എത്തി നമ്മള്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ആ സബ്ജക്റ്റിന്റെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ആരവിടെ? ആ സബ്ജക്റ്റ് ഹീ ആണ് അല്ലെ. ആ ഹീന്റെ പ്രോനൗണിനെ പിടിച്ച് ഇങ്ങോട്ട് എഴുതുക. എന്ന് വെച്ചാൽ ഹീ തന്നെയായിട്ടാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. ഈസിന്റെ ഹീ ആണ് നമ്മുടെ ആൻസർ. ഈസിന്റെ ഹീ ആണ് നമ്മുടെ ആൻസർ. റെഡി അല്ലേ? എന്നാ അടുത്ത ചോദ്യം നോക്കാം. ഹി വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. ഹി വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട്. എന്താ ആദ്യം നോക്കേണ്ടത് മക്കളെ? റൂൾ നമ്പർ 1 എന്താണ്? യെസ്, ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അയാളെ പിടിച്ച് വേഗം എടുത്തിങ്ങോട്ട് എഴുതുക. അപ്പൊ ഏതാ അവിടെ ഓക്സിലറി വെർബ്? വാസ് ആണ്. ഞാൻ വാസിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി എന്താ നോക്കേണ്ടത്? ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. എങ്ങനെയാ നെഗറ്റീവ് ആവാ? നോയോ നോട്ടോ അങ്ങനെ നെഗറ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ട്. നോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് സർ. അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ഞാൻ അതിനെ എന്താക്കി? പോസിറ്റീവ് ആക്കൽ. എങ്ങനെയാ പോസിറ്റീവ് ആക്കാൻ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നോട്ട് ചേർക്കാതെ ഇരുന്നാൽ മതി. ഓക്കെ, വാസ് ഹീ ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? എന്തുകൊണ്ട് വാസിന്റെ എന്ന് എഴുതിയില്ല അവിടെ? ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ട്? നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് സെന്റൻസിനെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ
എഴുതിയത്. റെഡി അല്ലേ? ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. യു ആർ മൈ യങ്ങർ ബ്രദർ. യു ആർ മൈ യങ്ങർ ബ്രദർ. ഈ സെന്റൻസിനകത്ത് ഏതാണ് മക്കളെ ഓക്സിലറി വേർബ്? ആർ എന്ന് പറയുന്നതാണ് സാർ അവിടെ ഓക്സിലറി വേർബ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആ ആറിന് എടുത്ത് ഇങ്ങോട്ട് എഴുതി, ആറ് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഷുവർ ആണ്, ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആക്കണം നമ്മൾ ടാഗ്. ആറുണ്ട് എന്ന് ഞാൻ എഴുതി അല്ലെ. യു ആർ മൈ യങ്ങർ ബ്രദറിന് ആറുണ്ട് എന്ന് ഞാൻ എഴുതി. ഇനി പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കി. ആറുണ്ട് യു എന്ന ആ ഫസ്റ്റ് സബ്ജക്റ്റിനെ ഞാൻ എടുത്തുകൊണ്ട് എഴുതി, ആറുണ്ട് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്നേഹ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. സ്നേഹ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. ഇവിടെ ഹാസ് ആണ് ഓക്സിലറി വേർബ്. ഞാൻ ഹാസിന് എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനിയോ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി. ക്വസ്റ്റ്യൻ എന്താണ്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് വാക്കുകൾ ഒന്നും അതിനകത്തില്ല. സോ എനിക്കിവിടെ നെഗറ്റീവ് ആക്കണം. ഹാസിന്റെ എന്ന് ഞാൻ ചേർത്തു. ഇനി എന്താണ്? സ്നേഹ. ഹാസിന്റെ സ്നേഹ എന്ന് എഴുതൂല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോനൗൺ ആണ് എഴുതുക. പ്രോനൗൺ എന്താന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്നേഹക്ക് പകരമുള്ള പ്രോനൗൺ എന്താണ്? സ്നേഹ എന്ന് പറയുന്നത് ഒരു പെണ്ണായതുകൊണ്ട് ഷീ എന്ന് എഴുതാം അല്ലെ. ആണായിരുന്നു അരുൺ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഹി എന്ന് എഴുതാം. റെഡി അല്ലേ? ഹാസിന്റെ ഷീ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഐ ആം നോട്ട് എൽഡർ ടു യു. ഐ ആം നോട്ട് എൽഡർ ടു യു. ഈ സെന്റൻസിനകത്ത് ഓക്സിലറി ഉണ്ടോ? ഓക്സിലറി ഉണ്ട് സർ. ഏതാണ്? ആം ആണ് ഓക്സിലറി അല്ലെ. അപ്പൊ ആമിനെ ഞാൻ എടുത്തിങ്ങോട്ട് എഴുതാണ്. ആമിനെ ഞാൻ എടുത്തിങ്ങോട്ട് എഴുതി. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? ആം നോട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്താണ്? നെഗറ്റീവ് ആണ്. ഞാൻ ഇവിടെ പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ എഴുതിയാൽ മതി. ആം ഐ ആണ് സബ്ജക്ട്. ആം ഐ ആണ് അതിന്റെ ആൻസർ. റെഡി അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം യങ്ങർ ദാൻ യു. ഐ ആം യങ്ങർ ദാൻ യു. ആം ആണ് അവിടെ. ഇവിടെയും എന്താ? ക്വസ്റ്റ്യൻ വേർഡ് അല്ലെ. അല്ല, ഓക്സിലറി വേർബ് ഏതാണ്? അത് ആം ആണ്. ആം ആണ് ക്വസ്റ്റ്യൻ വേർബ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആം ക്വസ്റ്റ്യനിൽ വന്നാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ആൻസറൊക്കെ എഴുതാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. കാരണം ഇവിടെ നോട്ടോ നോയോ ഒന്നുമില്ല. ഐ ആം യങ്ങർ ദാൻ യു എന്നാണ് പറയുന്നത്. നോട്ടോ നോയോ ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ശരിക്കും ആൻസർ എന്താ വരിക? ഇപ്പൊ നമ്മൾ എഴുതാണെങ്കിൽ പഠിച്ച പോലെയാണെങ്കിൽ ആമിൻഡ് ഐ എന്നാണ് എഴുതുക അല്ലെ. പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വേർഡ് ഇല്ല. ആമിൻഡ് ഐ എന്നൊരു വേർഡ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കണം? ആമിൻഡ് ഐ എന്നൊരു വേർഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ആറിൻഡ് ഐ എന്ന് ആക്കണം. അപ്പൊ ഇവിടെ ആമിൻഡ് എന്ന വേർഡ് ഇല്ലാത്തത് കൊണ്ട് ആം നോട്ട് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ അതിനെ എങ്ങനെയാ പറയാ? ആറിൻഡ് എന്നാണ് പറയാ. ഓക്കെ, അത് റെഡിയല്ലേ? അപ്പൊ സംശയമില്ലല്ലോ. ആമൻഡ് എന്ന് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആറിൻഡ് എന്ന വേർഡിനെയാണ് നമ്മൾ എഴുതാറ്. റെഡിയല്ലേ? ആറിൻഡ് ഐ എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അതൊരു A+ ക്വസ്റ്റ്യൻ ആണ്, ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെക്കാം. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. അടുത്ത് നോക്കാം. നസ്രു വിൽ നോട്ട് ഡു ഇറ്റ്. നസ്രു വിൽ നോട്ട് ഡു ഇറ്റ്. നസ്രു ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. നസ്രു അവൻ അത് ചെയ്യൂല എന്ന് പറയാണ്. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ വില്ലാണ് ഓക്സിലറി വേർബ്. വിൽ എന്ന് പറയുന്ന ആളെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി, വിൽ. ഓക്കെ, വില്ലും നമ്മുടെ ആമിനെ പോലെ ഒരു ചെറിയ പ്രശ്നക്കാരനാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വില്ലിന് ഞാൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഇനി ക്വസ്റ്റ്യൻ ഓൾറെഡി നെഗറ്റീവ് ആണ്. നോട്ട് എന്ന വേർഡ് ഉണ്ട്. അപ്പൊ ആ നോട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പോസിറ്റീവ് ആക്കിയാ പോരെ. അപ്പൊ പോസിറ്റീവ് ആക്കി. അപ്പൊ എന്താണ്? വിൽ ഹി ആണ്. വിൽ നസ്രു എന്ന് പറയണ്ട, വിൽ ഹി എന്നാണ് നമ്മൾ പറയാ. റെഡി അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ, വി വിൽ സീ സൂൺ. വി വിൽ സീ സൂൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അകത്തും വിൽ തന്നെയാണ് ഓക്സിലറി വേർബ്. പക്ഷെ ഇവിടെയും വിൽ നോട്ട് എന്നാണ് ഇപ്പൊ ശരിക്കും ആൻസർ വരിക അല്ലെ, അല്ലെങ്കിൽ വില്ലിന്റെ എന്നാണ് ആൻസർ വരിക. അങ്ങനെ നമ്മൾ പറയാറില്ല. നമ്മൾ അതിന് പറയാറ് എന്താണ്? വോണ്ട് എന്നാണ് പറയാ. എന്താ പറയാ? വോണ്ട്. വോണ്ട് വി എന്നാണ് ആൻസർ വരിക. വി വിൽ സീ സൂൺ. വോണ്ട് വി എന്നാണ് നമ്മൾ ആൻസർ വരിക. ആമന്റ് പറയാതെ ആറന്റ് പറഞ്ഞ പോലെ വില്ലിന്റെ എന്ന് പറയൂല. എന്താ പറയാ? വോണ്ട് എന്നാണ് നമ്മൾ പറയാ. റെഡി അല്ലേ മക്കളെ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. കുറച്ചുകൂടെ നല്ല എന്താ പറയാ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. അഞ്ജു റൈറ്റ്സ് വെൽ. അഞ്ജു റൈറ്റ്സ് വെൽ. ദൈവമേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താണത്? ഇതിനകത്ത് ഓക്സിലറി കാണാനല്ല സാർ.
ഓക്സിലറി ഉണ്ട്, ഒന്ന് സൂക്ഷിച്ച് നോക്കടാ അല്ലെ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെ നിങ്ങൾക്ക് അഞ്ജു റൈറ്റ്സ് വെൽ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഓക്സിലറി വേർബ് കാണുന്നില്ലെങ്കിൽ നേരെ വെർബിലേക്ക് പോവുക. ഏതാണ് ഇവിടെ വെർബ് മക്കളെ? റൈറ്റ്സ് ആണ് വെർബ് അല്ലെ. അപ്പൊ ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും ഈ റൈറ്റ്സ് എന്ന് പറയുന്ന വേർഡില് ആരുണ്ടെന്ന് അറിയോ? ആരുള്ളത്? ഈ റൈറ്റ്സ് എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി തരാം. റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് ഡു ഉണ്ട്. റൈറ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് ഡസ് ഉണ്ട്. റോട്ട് അതിന്റെ പാസ്റ്റൻസ് ആണ് അല്ലെ, അതിന്റെ അകത്ത് ആരുണ്ട്? ഡിഡ് ഉണ്ട്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലേ എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയോ? ഡു പ്ലസ് പ്ലേ ആയിട്ടാണ് പ്ലേ ആവുന്നത്. ഇനി പ്ലേസ് എന്ന് പറയുന്ന വേർഡ് ആവുന്നത് എങ്ങനെയാണെന്നറിയോ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്താവുന്നത്? പ്ലേസ് ആവുന്നത്. പ്ലേഡ് എന്ന് പറയുന്ന വേർഡ് ആവുന്നത് എങ്ങനെയാ അറിയോ? ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ് ആവുന്നത്. ഇപ്പൊ റെഡി അല്ലേ? സംഭവം മനസ്സിലായില്ലേ? എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് ആരുണ്ട്? ഡു ഉണ്ട്. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ എസ് നോക്കിയാൽ മതി. റൈറ്റ്സിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. റെഡി അല്ലേ മക്കളെ? അടുത്ത് റോട്ട് എന്ന് പറയുന്ന വേർഡിനകത്ത് പാസ്റ്റൻസ് ആയതുകൊണ്ട് ഡിഡ് ഉണ്ട്. ഇനി കിട്ടൂല നിങ്ങൾക്ക് ആൻസർ? എന്താ പറഞ്ഞു ആൻസർ? അഞ്ജു റൈറ്റ്സ് വെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓക്സിലറി ഇല്ല. ഞാൻ വേഗം വെർബ് നോക്കി. റൈറ്റ്സ് ആണ് വേർബ്. റൈറ്റ്സ് എന്ന് പറയുന്ന വേർഡിന്റെ അകത്ത് ആരുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? ഡസ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡസിന് എടുത്ത് എഴുതി. ഡസ്. ഇനി ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കണം. ഡസിന്റ് എന്നാക്കി അല്ലെ. ആര് ഡസിന്റ്? അഞ്ജു. ഡസിന്റ് ഷീ. അഞ്ജു എന്ന് എഴുതൂലോ, പ്രോണൗൺ അല്ലേ നമ്മൾ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രേവതി ഡാൻസ്ഡ് വെൽ. രേവതി ഡാൻസ്ഡ് വെൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഡാൻസ്ഡ് ആണ് അവിടെ വേർബ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്സിലറി വേർബ് നമുക്ക് കാണാനില്ല. അപ്പൊ ഡാൻസ്ഡ് എന്ന് പറയുന്ന വേർഡ് ഡാൻസ് ആയിരുന്നുവെങ്കിൽ ഡു ആണ് അതിനകത്തുള്ളത്. ഡാൻസസ് എന്നായിരുന്നുവെങ്കിൽ ഡസ് ആണ് അതിനകത്തുള്ളത്. ഡാൻസ്ഡ് എന്നായതുകൊണ്ട് ഡി ഫോർ ഡിഡ്, ഡി ആയതുകൊണ്ട് ഡാൻസ്ഡ് ആയതുകൊണ്ട് ഡിഡ് ആണ് ആൻസർ. അവിടെയും പോസിറ്റീവ് ആയതുകൊണ്ട്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നു. ഡിഡിന്റ് ഷീ എന്ന് ആൻസർ വരും. ഡിഡിന്റ് ഷീ എന്ന് ആൻസർ വരും. റെഡി അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദേ വർക്ക് ഹാർഡ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദേ വർക്ക് ഹാർഡ്. വർക്കിനകത്താണ് ഡു ആണുള്ളത്. വർക്ക്സ് ആയിരുന്നുവെങ്കിൽ ഡസ് ആണുള്ളത്. വർക്ക്ഡ് ആയിരുന്നെങ്കിൽ ഡിഡ് ആണുള്ളത്. എനിക്ക് വർക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് ഡു ആണ് ആൻസർ. ഡു എഴുതി. കണ്ടോ? റൈറ്റ് ആകുമ്പോ ഡു അല്ലേ, വർക്ക്സ് ആകുമ്പോ ഡസ്, വർക്ക്ഡ് ആകുമ്പോ ഡിഡ്. അപ്പൊ ഇവിടെ ഡു എന്ന് എഴുതി. ക്വസ്റ്റ്യൻ ഇവിടെയും പോസിറ്റീവ് ആണ്. ഞാൻ ഇവിടെ നെഗറ്റീവ് ആക്കി. ഡോണ്ട് ആരാണ്? ദേ. ഡോണ്ട് ദേ ഒരു പ്രോനൗൺ ആണ് ഓൾറെഡി. അപ്പൊ അത് കിട്ടി. നെക്സ്റ്റ് വൺ. ഷീ കെയിം ലേറ്റ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിട്ട് തരുന്ന ഷീ കെയിം ലേറ്റ്. ഇവിടെ ഓക്സിലറി ഇല്ല, വെർബ് നോക്കി കെയിം ആണ്. കമ്മായിരുന്നെങ്കിൽ അതിനകത്ത് ആരാളുള്ളത്? ഡു ആണുള്ളത്. കംസ് ആണെങ്കിൽ അതിനകത്ത് ആരാളുള്ളത്? ഡസ് ആണുള്ളത്. കെയിം ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് ആണ് അവിടെ ഉള്ളത്. ഡിഡ് അല്ലെ. ഇനി എന്താണ്? ഡിഡിന്റ് നെഗറ്റീവ് ആക്കി. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആക്കി. ഡിഡിന്റ് ആര്? ഷീ ഇങ്ങോട്ട് വരും. ഡിഡിന്റ് ഷീ എന്നാണ് ആൻസർ വരിക. റെഡി അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഓക്സിലറി വെർബ് പ്രത്യക്ഷത്തിൽ കാണാത്തതാണെങ്കിൽ നമ്മൾ വെർബ് നോക്കിയാൽ മതി. വെർബിന്റെ അകത്ത് ആരുണ്ടാവും? ഓക്സിലറി വെർബ് ഉണ്ടാവും. അപ്പോൾ പ്ലേ ആണെങ്കിൽ അതിനകത്ത് ഡു ആണുള്ളത്. പ്ലേസ് എന്നുണ്ടെങ്കിൽ ഡസ് ഉണ്ട്. പ്ലേഡ് ആണെങ്കിൽ ഡിഡ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്. റെഡി അല്ലേ? ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ഒക്കെ അല്ലേ. എന്നിട്ട് ഓടാ എടുത്തു, അല്ലെങ്കിൽ വാതിലടയ്ക്കൂ എന്നൊക്കെ പറയില്ലേ നമ്മള്. ഷട്ട് ദ ഡോർ, ക്ലോസ് ദ ഡോർ, അല്ലെങ്കിൽ സ്റ്റാൻഡ് അപ്പ്, ക്യാച്ച് ദം എന്നൊക്കെ പറയില്ലേ. ഇവരെയാണ് നമ്മൾ എന്താ പറയാ? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാ. ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, പ്ലീസ് ഗിവ് മീ സം വാട്ടർ, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇവര് വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഇതാ പറയുന്നുള്ളൂ. ഗെറ്റ് ദ ഫോൺ ഫോർ മീ. ഒന്നുമില്ല, ഒറ്റ കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. വിൽ യു എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്ത് പറയുകയാണെങ്കിലും വിൽ യു പറഞ്ഞാൽ മതി. എന്താണ്? ക്യാച്ച് ദം, വിൽ യു. അറിയോ? വിൽ യു ക്യാച്ച് ദം എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് നോക്കാനോ വെർബ് നോക്കാനോ ഒന്നും നിങ്ങൾ പോകണ്ട. നേരെ വിൽ യു എന്ന് എഴുതി വെച്ചാൽ മതി. റെഡി അല്ലേ? അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി
ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ, വളരെ ഈസിയാണ്. ഇതും ഈ വില്യു പറഞ്ഞതുപോലെയാണ് ഇതിന്റെയും കഥ. ലെറ്റസ് റീഡ് എ ന്യൂ സ്റ്റോറി. ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അറിയോ? ലെറ്റസിലാണ് ചോദ്യം തുടങ്ങുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഷാൽ വി എന്നായിരിക്കും നമ്മുടെ ആൻസർ. ലെറ്റസിലാണ് ആൻസർ തുടങ്ങുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ തുടങ്ങുന്നതെങ്കിൽ ആൻസർ കണ്ണും പൂട്ടി എഴുതിക്കോ. പോസിറ്റീവ് ആക്കാനോ നെഗറ്റീവ് ആക്കാനോ നോക്കണ്ട. നമ്മൾ നേരത്തെ വില്യു എഴുതിയതുപോലെ ഇവിടെ എന്തായിരിക്കും? ഷാൽ വി ആണ് ആൻസർ. ലെറ്റസ് ഗോ ഫോർ എ വോക്ക്. എന്താ ആൻസർ? ഷാൽ വി തന്നെയാണ് ആൻസർ. അപ്പൊ കഴിഞ്ഞു, നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിൽ കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ക്വസ്റ്റ്യൻ തന്നിട്ട്, സെന്റൻസ് തന്നിട്ട് പകുതി വെച്ച് നിൽക്കുന്നു, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഉറപ്പിക്കുക അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ഈസിന് എടുത്ത് എഴുതുന്നു. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോയും നോട്ടൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ നോയും നോട്ടും ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യാനില്ല, നേരെ അവരെ എഴുതിയാൽ മതി, ഈസിന്ന് മാത്രം എഴുതിയാൽ മതി. ഇല്ല, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കണം, ഈസിന്റെ എന്ന് ചേർക്കണം. ഓക്കെ, ഷോർട്ട് ഫോം ആണ് ചേർക്കുക. എന്നിട്ട് അയാളെ ഹി എന്ന് പറയുന്ന ആളെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈസിന്റെ ഹി എന്നായി ആൻസർ. റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ എന്തില്ല, ഓക്സിലറി വെർബ് തന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നേരെ വെർബിലേക്ക് നോക്കുന്നു. അപ്പൊ റൈറ്റ് ആണെങ്കിൽ ഡു ആണ് അതിന്റെ അകത്ത് ഓക്സിലറി വെർബ്, റൈറ്റ്സ് ആണെങ്കിൽ ഡസ് ആണ് അതിന്റെ അകത്ത് ഓക്സിലറി വെർബ്, അതുപോലെ റോട്ട് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് ആണ് അതിന്റെ അകത്ത് ഓക്സിലറി വെർബ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓക്സിലറി വെർബിനെ എഴുതുക. ഇനി കമാൻഡ് ഓർഡർ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിൽ യു എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ലെറ്റസിൽ തുടങ്ങാണ് സെന്റൻസ് എങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഷാൽ വി എന്ന് എഴുതാൽ മതി. ഓക്കെ, വിത്ത് ദാറ്റ് നമ്മൾ അത്രയേ ഉള്ളൂ സംഭവം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ക്വസ്റ്റ്യനിലെ മാർക്ക് ഒരിവിടെയും പോകില്ല. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ട് ഈ ഒരു ചോദ്യം. സോ എല്ലാ കുട്ടികാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.